അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അറിഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കുമല്ലോ? ക്ഷമിക്കും. അതായത് ലോറി വരെ ഓടിക്കുമെന്ന് കേട്ടില്ലോ? ലോറി ഓടിച്ചിട്ടുണ്ട്. അച്ഛന് ലോറി ഉണ്ട്. അച്ഛനെങ്ങനെ ലോറി വന്നു? അച്ഛൻ കോൺട്രാക്ട് ബിസിനസ് ആണ്. ലോറികളുണ്ട് കുറച്ച്. അപ്പൊ എത്ര ലോറി ഉണ്ട്? 3 ഒക്കെയുള്ളൂ, പാവം. അപ്പോൾ കോൺട്രാക്ട് ബിസിനസ്. അപ്പൊ ഞാൻ ആ സമയം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഭയങ്കര ക്രൈസാണ്, വലിയ വണ്ടി ഓടിക്കാനൊക്കെ. അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു. ഇവിടുന്ന് എത്ര ദൂരം ഓടിച്ചു പോയിട്ടുണ്ട്? എറണാകുളം അങ്ങനെയൊന്നും ഇല്ല. ട്രിവാൻഡ്രത്ത് കിടന്ന് അച്ഛൻ കൂടെ ഇരിക്കെ ഞാൻ കുറച്ചൊന്ന് കറങ്ങിയിട്ടാണ്. അപ്പൊ ഈ ലോറിയും കാറുമായിട്ട് എന്താണ് വ്യത്യാസം? ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് വർഷം മുന്നേ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്രേസിലിരുന്നോണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. 1-2 പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടെൻഷനും ആ റോഡിൽ പോകുന്നതിന്റെ ഒരു ഇതും മാത്രമല്ല, ലോറിയൊക്കെ റിവേഴ്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ഒന്നും ഇല്ലാത്ത സാധനം. മുറുക്കാൻ കടയിൽ പോയി ഇടിച്ച് കയറും റിവേഴ്സ് എടുക്കും. സോ മൂന്നാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ ആണ്. ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആര് അധികാരം കൊടുത്തു? എന്താ ഗോവിന്ദൻകുട്ടി കുട്ടിയൊന്നും ഇണ്ടാത്ത? അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസക്ത സ്ത്രീകളെ. അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ വില, അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണ് വില? പറയൂ. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ചോദ്യം, ഈ രംഗത്തിനിടയിൽ മഞ്ജു വാര്യർ അസത്ത് സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ കല്ലമ്പലം മീനാക്ഷി, ബി തോട്ടത്തിൽ മീനാക്ഷി, സി പള്ളിച്ചൽ മീനാക്ഷി. തോട്ടത്തിൽ മീനാക്ഷി ആണോ? അതെ അതെ അതെ. തോട്ടത്തിൽ മീനാക്ഷിയേ, നിന്നെ ഞാൻ എടുത്തിട്ട് പൂട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റു വിശേഷങ്ങൾ? കുക്കിംഗ് അറിയാം, ലോറി ഓടിക്കാൻ അറിയാം, കാർ ഓടിക്കാൻ അറിയാം, അഭിനയിക്കാൻ അറിയാം, ദേവിയായി, അവസാനം മൂദേവിയായി, പിന്നെ ഇപ്പൊ ശ്രീദേവി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊക്കെ പോയാൽ മതിയോ? കല്യാണമാണല്ലേ ഉദ്ദേശിക്കണേ? അല്ലല്ല അല്ലേ, ഞാൻ കണ്ടോ, ഞാൻ ഒന്നും ചോദിച്ചില്ല. ചോദിക്കുന്നതിന് മുമ്പ് അതാണല്ലോ പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്. ഇനി എന്താണ് കല്യാണം എന്നൊക്കെ. കല്യാണം ഉണ്ട്, ആലോചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിക്കട്ടെ വെച്ചിരിക്കുകയാണ്. ഇനി എന്തിനു നിർത്താൻ? അല്ലല്ല, എനിക്ക് 2 സിനിമ ചെയ്യണം. ഒരുപാടൊന്നുമില്ല, 1-2 മൂവി ചെയ്തിട്ട്. അല്ല, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം അവിടെ നിൽക്കട്ടെ, 2 സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൊരു ഹിഡൻ അജണ്ട കിടക്കുന്ന പോലെ തോന്നുന്നു. ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു ആരുമായിട്ടോ ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർത്തി ചവിട്ടുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സ്നേഹം അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു എത്ര ആലോചന വന്നിട്ടും അത് വേണ്ട, ഞാൻ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിക്കാം എന്ന് അച്ഛൻ്റെ അടുത്ത് പറയാൻ കാര്യം ഡെഫിനറ്റ്ലി അതായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഈശ്വര, ആ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കാം എന്ന് ഉറപ്പുണ്ടോ? എല്ലാം ദൈവത്തിന്റെ കയ്യില്. പുള്ളിക്ക് ജോലിയുണ്ടോ? അതോ അഭിനയ രംഗത്താണോ? അല്ല അല്ല, അഭിനയ രംഗത്തല്ല. ഞാനൊന്ന് എന്താണ് മനഃശാസ്ത്രമായിട്ടൊരു ചോദ്യം ചോദിക്കുക. പുള്ളി അഭിനയ രംഗത്തല്ല, പുള്ളി ബിസിനസ്സുകാരനാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ ശരിയാക്കി, ബിസിനസ്സുകാരനാണ്. ഇലക്ട്രിക്കൽ ബിസിനസ്സാണ്. ഒന്നും പറയാറായില്ല. ശരി, എന്തായാലും അത് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബി തോട്ടത്തിൽ മീനാക്ഷി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഹാവ് 1000 rupees അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ അതാണല്ലോ അതിന്റെ ഒരു ഇത്. മനസ്സിലായോ? എന്താണ് അതാണല്ലോ അതിന്റെ ഒരു ഇത്? അതാണല്ലോ അതിന്റെ ഒരു ഇത്. സാറിനെ പറ്റും. അപ്പൊ ഒരു ചെറിയ ചോദ്യം, ഒരു കുസൃതി ചോദ്യം. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ കയ്യിൽ വയ്ക്കും. എന്താണത്? ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ കൈവയ്ക്കും.
എന്താണത്? അയ്യോ അയ്യോ അല്ല. അല്ല. അതെന്താ അത്? പൈസ പൈസ ആവശ്യമുള്ളപ്പോഴും പൈസ അല്ല. ആവശ്യം ഉള്ള വലിച്ചെറിയോ പൈസ? അല്ല, നമ്മളിങ്ങനെ കൊടുക്കില്ലേ? ആ. അല്ല, അറിയില്ല, ഒരു പിടുത്തമില്ല. പോയി തോറ്റു. വീശുവല. വീശുവല വല. മീൻ പിടിക്കുന്ന വല. വല. അത് ആവശ്യമുള്ളപ്പോ നമ്മൾ വലിച്ചെറിയും. ആവശ്യമില്ലാത്തപ്പോ കയ്യിൽ വയ്ക്കും. ഇത് പറയാത്തോണ്ടൊരു പെനാൽറ്റി ഉണ്ട്. ഒരു പാട്ട് പാടണം. ഓക്കെ, സാറോട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പാട്ടാരാം. റെഡി? അനൂപ്സ് കൊടുക്കസ്വാമി ശ്രുതി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ.